വടി ഊന്നി പിടിക്ക്. ഇല്ല. ഊന്നി പിടിക്കാനാ പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല. വേണേൽ ഈ ഭൂമി എടുത്ത് എന്റെ തോളത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും 7 വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്. കിണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിയിട്ടാ വരുന്നത്. കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ച് തന്ന് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അതെന്റെ വാശിയാ. അതിനിപ്പോ നിങ്ങളുടെ വൈദ്യ ശുശ്രൂഷ ഒന്നും എനിക്ക് ആവശ്യമില്ല. രേഖകൾ നിങ്ങളുടെ വാടി, ഞാൻ പോണു. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ദണ്ണായി പോയെങ്കില് പിൻവലിച്ചു. ആ വടിയില്ലാതെ ഇപ്പൊ നടക്കരുത്. കിതപ്പുണ്ടാവും, ചിലപ്പോ അസ്ഥിക്ക് പൊട്ടലും ഉണ്ടാവും. ഇത് പിടിക്ക്. എന്തെങ്കിലും അബദ്ധം പറ്റിയ എന്റെ കുറ്റം കൊണ്ടാണെന്ന് എല്ലാരും പറയൂ. പിടിക്കാം, പക്ഷേ താനിപ്പോ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം. എന്താ? തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്, ഇവിടുത്തെ ചട്ടങ്ങളെ നിയമങ്ങളെയൊക്കെ ഭയന്ന താനിത് തുറന്നു പറയാത്തതെന്ന് ഇത്രയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞേ. കില്ലാടിക്കുട്ടി വടിയൊന്ന് പിടിക്കേ. ഇത്രയും നേരം വടിയില്ലാതെ നടന്നല്ലേ, കിതപ്പുണ്ടാവും. ഇടത് കൈ എന്റെ തോളിലിട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം, കേൾക്കണം. കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടുത്തുകാരുടെ ഓർമ്മയില് 2 പ്രാവശ്യമേ രക്തമല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ, പിന്നൊന്ന് എന്നെ രക്ഷിക്കാൻ. ചോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയിന്ന് കരുതി ആരും എന്നെ സൈരന്ധ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ. വെള്ളം കോരാൻ വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊരു പുതിയ ജീവിതം തന്നു. എന്നെ സോമാജി വൈദ്യരുടെ വളർത്തുമകളാക്കി, സ്വപ്നഭൂമിയിലെ റാണിയാക്കി, ദേവിയാക്കി. അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക? ഇല്ല, ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. കില്ലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത്. എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. എന്റെ യാചനയ. വല്ലപ്പോഴും മരുന്ന് ഭാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്തിരി നേരം വർത്താനം പറയണം. ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക്, അത് മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഇഷ്ടവും ബഹുമാനവും വളരെ കൂടിപ്പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ്. ശരീരം കൊണ്ട്, മനസ്സ് അതെനിക്ക് പറയാൻ പറ്റില്ല. ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല. സത്യം. പറ, ഇനി പറ, എന്താ എവിടെയുടെ കുട്ടൻസ്? വരൂ. കായകൽപ്പ ദണ്ടെന്നാ പറയണത്. ശരീരകോശങ്ങളെ മൊത്തം പുതുക്കി പണിയുന്ന മരുന്ന് അത് മുഴുവൻ. 67 ഔഷധക്കൂട്ടും 28 ഔഷധ മരങ്ങളുടെ കാതലും ചേർത്തുണ്ടാക്കിയതാ. ഈ കറുത്ത് കാണുന്നില്ലേ, ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ. ഇത് 2 മാസം പിടിച്ച് നടന്നു നോക്ക്. അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയെയും ചുമന്നുകൊണ്ട് എത്ര നേരമാ? എവിടം വരെയൊക്കെ ആയി വാസണ്ണ? കംപ്ലീറ്റ് പാറ ക്ലീനായി. പിന്നെ പൊട്ടി അരഞ്ഞാനും കെട്ടി കൈക്കോല് കപ്പി ഉറപ്പിച്ചു. മണ്ണിൽ മാത്രം തൊട്ടില്ല. അത് കില്ലാടിയെ ചെയ്യാവുള്ളൂ ഗണനാഥൻ പറഞ്ഞു. ഇനി നീ വരുന്നവരെ കാത്തിരിക്കുക, അതാ ഞങ്ങളുടെ ജോലി. 4 ദിവസം കൂടി കഴിഞ്ഞ ഫുൾ കണ്ടീഷനോട് കൂടി പണിക്ക് പോകാന്ന ഈ വൈദ്യരാണി പറയണത്. മതി, ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് കർച്ച വേണ്ടി വിട്ടാ മതി. ഒന്ന് നോക്കണ പ്രതിഭേ, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട പ്രേമനയുടെ ഈ പ്രേമനയുടെ വേണ്ട, ദൃഷ്ടിദോഷം വരുത്തണ്ട, ഞങ്ങള് പോയേക്കാം. അപ്പൊ ശരി വാസണ്ണ. അവന് വേണ്ടി പറഞ്ഞു ജയിപ്പിച്ചെടുത്ത ജോലി പോലുണ്ട്. ഈ രക്തമല്ലിക്കൂട്ട് എന്താ ഒന്ന് പറയോ? അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ, പറഞ്ഞ കുറ്റോ? ഓ,
ഇനി ഞാനത് പഠിച്ചെടുത്ത് ലോകവിപണിയെ കൊണ്ടുപോയി വിറ്റ് കോടീശ്വരനാവുന്നുള്ള പേടിയായിരിക്കും അല്ലേ? ഹേയ്, അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്നല്ല 9,000 പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും. ആ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളൂ. ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ. അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ? പറയാം, പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ പറയുള്ളൂ. പിന്നെയും പിന്നെയും പറഞ്ഞു കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും. ഛേ, എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ. ശരി, നാളെ പറയാം. പറയട്ടെ. നിക്ക് ഞാനും ചിലർ ധ്യാനമൊക്കെ ഒന്ന് കഴിച്ചോട്ടെ. ആ, രക്തമല്ലിയില സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. പിടികിട്ടി. പനിനീരൊഴിച്ച് കദളിവാഴത്തണ്ടിൽ അല്ലിയാമ്പൽ കടവിൽ അരക്കി വെള്ളം കഴിഞ്ഞു പോയി. അടുത്ത എപ്പഴാ? അത് നാളെ. ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം, പുലിനഖം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരിവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് 6 ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. എന്റെ അമ്മോ. എനിക്ക് കിട്ടി ദേവു, എനിക്ക് കിട്ടി. വെളിച്ചം പോലെ തെളിച്ചം പോലെ എന്തോ ഒന്ന്. നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യക്കൂട്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞേപ്പിക്കട്ടെ. വെറുതെ വീമ്പിളക്കാതെ. പറയട്ടെ? പറയില്ല. തീർച്ച. എന്ന ആദ്യം മുതൽ കേട്ടോളൂ. രക്തമല്ലിയില സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽപ്രമാണം, പുലിനഖം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരുവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്കപ്പുക കാണിച്ച് 6 ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതത്തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. നീലക്കറുക തിന്നുന്ന പുള്ളിപ്പശുവിനെ 2 കൃഷ്ണപക്ഷം ചാമത്തവിട് ഊട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശി വരെ മുത്തങ്ങ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശി നാൾ പുലരും മുമ്പ് പുല്ലാങ്കുഴലാൽ യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് 18 പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിപല പൊട്ടിട്ട് വെണ്ണമട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് 3 കുഴൽ. എങ്ങനെയുണ്ട്? ഏയ് ദേവു, വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എന്നെ ചതിച്ചു, വല്ലാണ്ട് ചതിച്ചു. അയ്യോ ദേവു, അങ്ങനൊന്നും കരുതല്ലേ. സ്നേഹിച്ചവരെ, ഊട്ടിയവരെ, വിശ്വസിച്ചവരൊക്കെ ഞാൻ വഞ്ചിച്ചു. നിങ്ങളൊരു കള്ളനാ. എന്തിനായിരുന്നു എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? പറ. എവിടെ, ഏത് ജന്മത്തിലാണ് ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തത്? വേണ്ടിയിരുന്നില്ല, എന്നോട് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. നിങ്ങൾ എന്നെ ദേവു, ഞാൻ ചതിച്ചിട്ടില്ല. ദേവേനെ ഞാൻ ചതിക്കയില്ല. ഞാനൊരു കള്ളൻ അച്ഛനും കുട്ടിയല്ല. വേദപുരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രനാ. നാടക ഡയലോഗ് കേട്ട് പഠിക്കണ പോലെ പഠിച്ചു. ഒരു തമാശക്ക്, ഒരു വാശിക്ക്. മറക്കാം, എല്ലാ നിമിഷം തന്നെ മറക്കാം. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ കാലിൽ തൊട്ട് ഞാൻ പറയണു, ഞാൻ മറന്നിരിക്കണു, പൂർണ്ണമായിട്ട് മറന്നിരിക്കണു. ആരോടെങ്കിലും ഇത് പറയാനായി ഇനിയൊരു വരി പോലും എനിക്ക് ഓർമ്മ വരില്ല. വിശ്വസിക്കണ്ടേ? വിശ്വസിച്ച മാത്രം മതി. എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന്? ഞാനും എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം.
പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനി രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജനെ പോലൊരു കള്ളനല്ല നിങ്ങള്. ചതിയനുമല്ല, എനിക്കറിയാം. പക്ഷേ ആരുമാണ്? ആരു? പറഞ്ഞില്ലേ, ഒരു പാവ നാടകക്കാരൻ, ഒരു കിണറൂത്തി. അല്ല, അതിനൊക്കെ മുകളിൽ, വളരെ മുകളിൽ. ഒന്ന് പറ, ആരാ? നിങ്ങൾ ആരാ? ഷേ, ഇതെന്ത് ചോദ്യ? ദേവയാനി ജീവൻ വെപ്പിച്ചെന്ന വെറും ഒരു ശരീരം. ഞാൻ പോവാ. ദേവു, നിന്നെ. ഇല്ല, പോവാ. ഒന്ന് നിന്നെന്ന്. എന്നോട് നിന്നെ വഴക്കിട്ട് കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നൂന്ന്. അതല്ല. പിന്നെ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. എനിക്കിനി കില്ലാടിക്കുട്ടിന്ന് വിളിക്കാൻ പറ്റില്ല. അതെന്താ? എന്റെ ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോ നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ച് അങ്ങ് ആകാശം പോലെ വളർന്ന് നിൽക്കും എന്റെ മുമ്പിൽ. അതിന് പോകുന്ന എന്തിനാ? സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദൈവം വരുമെന്ന സ്വപ്നം ഞാൻ കുട്ടിക്കാലത്ത് പതിവായി കാണുമായിരുന്നു. ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, ഇനിയും വർത്തമാനം പറഞ്ഞ് അടുത്തൊക്കെ പെരുമാറിയാല് ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോയാലോ? അങ്ങനെ പറയരുത് ദേവയാനി. സത്യമാ, ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോവും. അങ്ങനെ പറയരുത്. പിന്നെ? ഇഷ്ടപ്പെട്ടു പോയിന്ന് പറയണം. ആണോ? ഉം. അപ്പൊ നമ്മൾ ഇനി കണ്ടൂടാ? ഇനിയാ കാണേണ്ടത്. ദേവു, ഒന്നിന്നേ. ദേവു, എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലതൊക്കെ കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുമെന്നും ദേവയാനിയെ കാണുമെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണ സ്വപ്നഭൂമിയിലെ വളർത്തുപുത്രിയായി ഈ ദേവയാനി. വളർത്തുപുത്രിയാണെങ്കിലും ഇവിടുത്തെ രീതികളൊക്കെ എനിക്കും ബാധകമാ. വിധിയുടെ മുമ്പില് രീതികളൊക്കെ മാറും. സങ്കടപ്പെടേണ്ടി വരരുത്. ഇല്ല, സങ്കടപ്പെടുത്തിയില്ല. ഇങ്ങനെ വേണ്ട, നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇങ്ങനെ വേണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് പറ. നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇഷ്ടപ്പെട്ടു.